കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു. നമ്മൾ ഈ ഭാഗത്ത് വായിച്ചത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോടെ പറയുകയാണ്, നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവിൻ, നിങ്ങളിൽ ക്രിസ്തു ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവിൻ എന്ന് അവിടെ പറയുന്നു. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. പൗലോസ് പറയുവാണ്, നിങ്ങളിൽ യേശുക്രിസ്തു ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ എന്ന്, ശോധന ചെയ്യുവിൻ എന്ന് പറയുന്നു. അതിന് കാരണമുണ്ട്. പൗലോസ് ഇങ്ങനെ പറയുവാൻ ഒരു കാരണമുണ്ട്. പൗലോസ് കൊരിന്ത്യ സഭ തുടങ്ങിയെങ്കിലും അതിൻ്റെ സ്ഥാപകൻ പൗലോസ് ആയിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊരിന്ത്യയിലെ ആൾക്കാർ പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. അവർ നോക്കുമ്പോൾ പൗലോസ് യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല. യേശുവിനെ കണ്ടവർക്ക് അപ്പോസ്തലനാകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത അവരുടെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പൗലോസ് യേശുവിനെ നേരിട്ട് കണ്ട ആളല്ല. എന്നാൽ അത് തന്നെയല്ല, അവർക്കൊരു സംശയം, പൗലോസിൽ കൂടി ക്രിസ്തു തന്നെയാണോ സംസാരിക്കുന്നത് എന്നൊരു സംശയമുണ്ടായി. അതിന് തക്ക ന്യായങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചു. ഈ 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലുണ്ട്. അവിടെ കിടക്കുന്നു, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവല്ലോ. അതാണ്, ക്രിസ്തു തന്നെയാണോ പൗലോസിൽ കൂടി സംസാരിക്കുന്നത് എന്നൊക്കെ അതിനുള്ള ന്യായങ്ങളൊക്കെ അവർ നോക്കുവാൻ തുടങ്ങി. അപ്പോൾ പൗലോസ് അവരോട് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ അവർ ചോദ്യം ചെയ്തപ്പോൾ പൗലോസ് പറയുന്നുണ്ടോ, 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ അപ്പോസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലനല്ല എങ്കിലും നിങ്ങൾക്ക് ഞാൻ അപ്പോസ്തലനാണ്. കർത്താവിൽ എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര നിങ്ങൾ തന്നെ അല്ലയോ? പൗലോസ് പറയുകയാണ്, ഞാൻ അപ്പോസ്തലനാകുന്നു, അതിൻ്റെ മുദ്ര നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കർത്താവിനെ അറിയുവാൻ ഇടയായത് ഞാൻ മൂലമാണ്. ഞാനാണ് നിങ്ങളോട് സുവിശേഷം പറഞ്ഞ് കർത്താവിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാണ്. അപ്പോൾ എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര നിങ്ങൾ തന്നെയാണ് എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നെ പരിശോധിക്കുകയാണ്, എന്നിൽ ക്രിസ്തു ആണോ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യുവിൻ. വളരെ താഴ്മയോടുകൂടി പൗലോസ് പറയുവാണ്, നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവിൻ. പൗലോസ് ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് നേരിട്ട് വെളിപ്പാടുകൾ പ്രാപിച്ചാണ് പൗലോസ് സഭകൾക്ക് കൊടുത്തിരുന്നത്. ആ പൗലോസിൽ ആണ് അവർ സംശയിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയും, നിങ്ങളെ ഒന്ന് ശോധന ചെയ്താട്ടെ, നിങ്ങളിൽ ക്രിസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവീൻ എന്ന് പൗലോസ് അവിടെ പറയുന്നു. അപ്പോൾ പൗലോസ് അവരോടൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, നിങ്ങളെ ഒന്ന് ശോധന ചെയ്താട്ടെ, നിങ്ങളെ ക്രിസ്തു ഇരിക്കുന്നുണ്ടോ എന്ന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ കൊള്ളരുതാത്തവർ എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളിൽ ഇല്ല എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് അന്ന് കൊരിന്ത്യ സഭയോട് പറഞ്ഞ കാര്യം വളരെയധികം ഇന്നത്തെ സഭാ കാലയളവിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക്. കാരണം എല്ലാ സഭാ കാലയളവിലും ചോദിക്കുവാൻ പറ്റിയ ഒരു കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ചും ഈ സഭായുഗത്തിൽ നിങ്ങളിൽ ക്രിസ്തു ഇരിക്കുന്നു എന്ന്
പറയുന്നു. അപ്പം നിങ്ങളെ ഒന്ന് ശോധന ചെയ്യുവാനാണ് പറയുന്നത്, ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യുവാനാണ് പറയുന്നത്, നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുവാനാണ് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് നടത്താറുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ, നമ്മുടെ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ നമ്മുടെ അറിവിനെ ടെസ്റ്റ് ചെയ്യാറുണ്ട് യൂണിവേഴ്സിറ്റി. അവർ നമ്മൾക്ക് എക്സാം ഇട്ട് നമ്മുടെ അറിവിനെ അവർ പരിശോധിക്കാറുണ്ട്. കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മളെ വിവിധമായ ശോധനകളിൽ കൂടി നമ്മളെ കടത്തിക്കൊണ്ട് പോകും. എന്നിട്ട് നമ്മുടെ വിശ്വാസം എത്ര മാത്രമേ ഉള്ളൂ എന്ന് കർത്താവിനെ അറിയുവാനല്ല, നമ്മളെ ഒന്ന് അറിയിക്കുവാൻ. കർത്താവിനറിയാം ഈ ശോധനകളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളതിൽ ജയിക്കുമോ തോക്കുമോ, നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ കർത്താവിന് അറിയാം. എന്നാൽ വളരെയധികം നമുക്ക് എന്തോ ആയി തീർന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിന് ഞാനങ്ങ് വളർന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിന് ഞാൻ ഒരു നാളും പിന്മാറി പോവുകയില്ല എന്നുള്ള തോന്നലുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഒരു പരീക്ഷാ സമയത്തോ ഒരു പരിശോധനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവ് അതിൽ കൂടിയൊക്കെ നമ്മളെ ശോധന ചെയ്യുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കി തരും, നമുക്ക് ഇത്ര മാത്രം വിശ്വാസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര മാത്രമേ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുള്ളൂ എന്നൊക്കെ കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരും. അതുപോലെ പൗലോസ് പറയുവാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവീൻ എന്ന്. സങ്കീർത്തനം 26-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും ഹൃദയവും പരിശോധിക്കണമേ എന്ന്. കർത്താവിനോട് പറയുക, കർത്താവെ നീ എന്നെ ഒന്ന് ശോധന ചെയ്യേ, എൻ്റെ ഹൃദയവും എൻ്റെ അന്തരംഗവും ഒക്കെ നീ ഒന്ന് പരിശോധിക്കുക കർത്താവേ. ഒരു ഡോക്ടറിനെ കൊണ്ട് എൻ്റെ ഹൃദയത്തെയും അന്തരംഗത്തെയും പരിശോധിക്കാൻ കഴിയത്തില്ല, ഒരു യൂണിവേഴ്സിറ്റിയിലും അത് പരിശോധിക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് എൻ്റെ ഹൃദയം സകലത്തെക്കാട്ടി ഹൃദയം കപടമുള്ളതാണ് ദൈവജനം പറയുന്നു. അത് ആരാഞ്ഞറിയുന്നവന് യഹോവയായ ദൈവമല്ലാതെ ആർക്കും അതിനെ ആരാഞ്ഞറിയാൻ പറ്റത്തില്ല. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവെ എൻ്റെ ഹൃദയത്തെയും എൻ്റെ അന്തരംഗത്തെയും കർത്താവ് അങ്ങൊന്ന് ശോധന ചെയ്യണമേ എന്ന് പറയുന്നു. വേറൊരു ഭാഗത്ത് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അവിടെ കർത്തൃമേശയെ പറ്റി പറയുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11-28-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ മേശയുടെ മുൻപാകെ വരേണ്ടത് എന്ന്. കാരണം തന്നെത്താൻ ശോധന ചെയ്യണം, ദൈവ മുൻപാകെ ദൈവവചനത്തിന് മുമ്പിൽ ശോധന ചെയ്യണം. എന്തെങ്കിലും പാപമോ എന്തെങ്കിലും അകൃത്യമോ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നെ ദൈവത്തെ സന്നിധി നിൽക്കുമ്പോൾ കർത്താവ് അത് കാണിച്ചു തരുവാൻ ദൈവത്തോടെ പറഞ്ഞ്, എന്തെങ്കിലും ദൈവത്തിനെതിരായി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് നമ്മളെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് വിടുതൽ വാങ്ങിച്ചുകൊണ്ട് കർത്തൃമേശയേൽക്കുവാനാണ് അവിടെ പറയുന്നത്. നമ്മുടെ അകൃത്യത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി തൻ്റെ ശരീരത്തെ തകർക്കുകയും നമ്മുടെ വിടുതലിന് വേണ്ടി കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയുകയും ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി നാം അതിനു വേണ്ടി മുമ്പിൽ നിൽക്കുമ്പോൾ, കർത്തൃമേശ നാം ആചരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ പറയുന്നു. അല്ലെങ്കിൽ പലരും രോഗികളും ബലഹീനരുമായി തീരുമെന്ന് അവിടെ പറയുന്നു. അവിടെ നമ്മളെ ഒന്ന് ശോധന ചെയ്യുവാൻ അവിടെ പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക എന്ന്. നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്യുക എന്ന്. അപ്പോൾ നമ്മളെപ്പറ്റി നമ്മൾ പറഞ്ഞു, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അറിയുവാൻ മെഡിക്കൽ ചെക്കപ്പ് നടക്കും, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തും എക്സാം നടക്കും, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം അറിയാൻ വേണ്ടി. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കുറവുകൾ എല്ലാം, നമ്മുടെ അറിവുകൾ എല്ലാം മനസ്സിലാകുന്നത്. അതുപോലെ നമ്മളെ ഒന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ ഒന്ന് ശോധന ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ടീഷൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ടീഷൻ, നമ്മളെ വിശ്വാസത്തിലാണോ ഇരിക്കുന്നത്, യേശുക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. അപ്പോഴിവിടെ പറയുന്നത്, ഇവിടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്, നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്യുക. എന്നിട്ട് പറയുന്നു, എന്നിട്ട് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക എന്ന്. അപ്പോൾ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകൾ മനസ്സിലാകും. എന്നിട്ട് യഹോവയുടെ അടുക്കലേക്ക് തിരിയുവാൻ പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് അന്ന് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളും
കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളും വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരാളുമായിരിക്കും. അത് തന്നെയല്ല ക്രിസ്തു തന്നിലുണ്ട് എന്നുള്ള അറിവുള്ള ഒരു വ്യക്തിയായിരിക്കും. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് അറിയാം ക്രിസ്തു എൻ്റെ ഉള്ളത്തിലുണ്ട് എന്നറിയാം. നമ്മൾ സഭകളെപ്പറ്റി പഠിക്കുമ്പോൾ റെവലേഷൻ 7 സഭകളെപ്പറ്റി പറയുമ്പോൾ അവസാന സഭയായ ലവോദിക്ക സഭയുടെ ഭാഗത്ത് വരുമ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ കണ്ടാലും വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ. അപ്പോൾ ലവോദിക്ക സഭയിൽ കർത്താവ് ആ സഭയിലില്ല. ആ സഭയുടെ പുറത്താണ് കർത്താവ്. സഭയെപ്പറ്റി തുടങ്ങുമ്പോൾ ആദ്യ കാര്യങ്ങളിൽ കർത്താവ് എവിടെയായിരുന്നു? സഭയുടെ നടുക്ക് നിൽക്കുന്ന സഭാധ്യക്ഷനെയാണ് നമുക്ക് കാണുന്നത്. എന്നാൽ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ കർത്താവ് സഭയുടെ പുറത്തായിരിക്കുന്നു. ലവോദിക്ക സഭ കാണിക്കുന്നത്, സഭാ കാലയളവിൻ്റെ അവസാന സഭയായ ലവോദിക്ക സഭ കാണിക്കുന്നത് ഈ നാളുകളുടെ സഭയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നോക്കാം, അവിടെ ലവോദിക്ക സഭ കർത്താവിനെ പുറത്താക്കിയിരിക്കുകയാണ്. സഭ അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കാം, ഈ അന്ത്യകാലത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്ക് നോക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ്, കർത്താവിന് എവിടെയാണ് നമുക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ അന്ത്യകാലത്തുണ്ടാകുന്ന ദുർഘടങ്ങളെപ്പറ്റി പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, 2 തിമോത്തിയോസ് 3-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അന്ന് പലരും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി കെടുക്കുന്നവരും ആയിരിക്കുമെന്ന്. അവിടെ പറയുന്നത് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, പ്ലഷേഴ്സിൽ ഇഷ്ടപ്പെട്ട, ദൈവത്തോടുള്ള പ്രിയമില്ല, ദൈവത്തോട് സ്നേഹമില്ല, അങ്ങനെയുള്ളവരായി ആ ഭക്തിയുടെ വേഷങ്ങളെല്ലാം ഉണ്ട്. ഒരു ഭക്തനായ മനുഷ്യൻ നടക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നത് പോലെ പുറമേൽ ഇങ്ങനെ കാണിക്കുമെങ്കിലും ഉള്ളത്തിൽ കർത്താവില്ല. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ കെടുക്കുന്നവരും ആയിരിക്കുമെന്ന് അന്ത്യകാലയളവിലേക്ക് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ളവർ ദൈവസഭയിലുണ്ട് എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. അതുതന്നെയല്ല, കർത്താവ് തന്നെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ സ്വർഗരാജ്യത്തെ ഒരു മനുഷ്യൻ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് ഉപമിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യത്തെ അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ വയലിൽ ഗോതമ്പിൻ്റെ നല്ല വിത്ത് വിതച്ചു. ആ വിത്ത് വളർന്ന് ഇങ്ങനെ വളർന്ന് തൈ വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കളയും വലുതാകുന്നത് കണ്ടു. അത് കണ്ടുകൊണ്ട് ദാസന്മാർ വന്ന് യജമാനോട് പറഞ്ഞു, നമ്മൾ ഇവിടെ നല്ല വിത്തല്ലേ വിതച്ചത്, ഗോതമ്പിൻ്റെ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ എങ്ങനെയാണ് ഈ കള ഇവിടെ വളർന്നു വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ യജമാനൻ പറഞ്ഞു, ആ കള ശത്രു വിതച്ചതാണ് എന്ന് പറയുന്നു. അപ്പോൾ ദാസന്മാർ ചോദിക്കുന്നുണ്ട്, അത് പറിച്ച് കളവാൻ നിനക്ക് സമ്മതമാണോ? ഞങ്ങളത് പറിച്ച് കളയട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോഴേ ആ യജമാനൻ അവിടെ പറയുന്നുണ്ട്, ആ കള പറിക്കുമ്പോൾ ഒരു പക്ഷേ ആ ഗോതമ്പും കൂടെ പിഴുതു പോകും, അതുകൊണ്ട് രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ എന്ന് സ്വർഗരാജ്യത്തെ ഉപമിച്ചിരിക്കുകയാണ്, ദൈവരാജ്യത്തെ ഉപമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളാണ് ദൈവരാജ്യത്തിലുള്ളത്. അപ്പോൾ രണ്ടും കൂടെ വളരട്ടെ, അതായത് ഒറിജിനലും വ്യാജനും കൂടെ അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടും കൂടെ വളരട്ടെ. കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ച് കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഗോതമ്പും കളയും കൂടെ സഭയിൽ ഒരുമിച്ച് വളർന്നു വരികയാണ്. അതങ്ങനെ വളർന്നോട്ടെ എന്ന് പറയുകയാണ് യജമാനൻ. പറഞ്ഞങ്ങനെ വളരട്ടെ. പക്ഷെ സമയമാകുമ്പോൾ ഒരു വേർതിരിവുണ്ട്. അന്നേരം നമുക്ക് മനസ്സിലാകും ഒറിജിനൽ ആരാണ്, സത്യവിശ്വാസി ആരാണ്, വ്യാജൻ ആരാണെന്ന് അന്ന് മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാം ഇന്ന് സഭയിൽ ഉണ്ട്. നമുക്കറിയാം, ഒരു വ്യക്തി ഒരാൾ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ ക്രിസ്ത്യ ഭവനത്തിൽ ജനിച്ചത് കൊണ്ടോ ക്രിസ്മസ് ആചരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈസ്റ്റർ ആചരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വർഷിപ്പിൽ പോയി നിന്ന് പാട്ട് പാടുന്നത് കൊണ്ടോ അവൻ്റെ ഉള്ളത്തിൽ ക്രിസ്തു ജനിക്കണമെന്നില്ല.
അതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, പൗലോസ് പറഞ്ഞത്, ഭക്തിയുടെ വേഷം കെട്ടി അതിൻ്റെ ശക്തിയെ കെടുക്കുന്നവർ അന്ത്യകാലത്തുണ്ടായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. എങ്ങനെ അറിയാം കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഒന്നാമതായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയും. ഒന്നാമത്തെ ടെസ്റ്റ് എന്താണ്? നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് നമ്മളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയും. നമ്മുടെ ഉള്ളത്തിൽ ഒരു ബോധമുണ്ട്, ഞാൻ ദൈവമകളാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ട്, നമ്മൾ കർത്താവിനോടൊരു ബന്ധമുണ്ട് നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയും. അതാണ്. അപ്പം നമ്മുടെ ഉള്ളത്തിൽ നമുക്കൊരു ബോധമുണ്ട്, ഞാൻ ദൈവമകളാണ്, ഞാൻ കർത്താവിൻ്റെ മകനാണ്, ഞാൻ കർത്താവിൻ്റെ മകളാണ് എന്ന ഒരു ബോധം, വെറും തോന്നലല്ല, ഒരു ബോധം, യഥാർത്ഥമായൊരു ബോധം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകും. രണ്ടാമതായിട്ട് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന്. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന്. ദൈവസ്നേഹം നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. അതാ അവിടെ പകർന്നിരിക്കുന്നുവല്ലോ എന്നാണ് പറയുന്നത്. ഗോഡ്സ് ലവ് ഹാസ് ബീൻ പോർഡ് ഔട്ട് ഇൻ ടു അവർ ഹാർട്ട്സ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു തന്നിട്ടുണ്ട്. അതിൻ്റെ അടയാളമാണ് ഒന്നാമതായി നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ കടന്നു വന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ മക്കളായി നമ്മൾ തീർന്നത്. അതുകൊണ്ട് തീർന്നില്ല, ഇപ്പോഴും ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളത്തിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആ സ്നേഹം തന്നിട്ടങ്ങ് പോയില്ല കർത്താവ്. ഇപ്പോഴും ആ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആ സ്നേഹം തരുന്നുണ്ട്. അതുകൊണ്ടാണ് പകർന്നിരിക്കുന്നുവല്ലോ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളത്തിലുണ്ട്. ആ ദൈവസ്നേഹം നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ടോ? ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാകുന്നുവെന്ന്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നു എങ്കിൽ എന്ന്. അപ്പോൾ പാപങ്ങളെ ഏറ്റുപറയണമെങ്കിൽ പാപബോധം നമുക്കുണ്ടാകണം. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു പാപബോധം വരും. നമ്മൾ സെൻസിറ്റീവായിരിക്കും. ഒരു പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തെറ്റായിപ്പോയി, കർത്താവേ അത് തെറ്റായിപ്പോയി, ദൈവമേ ഞാനൊരു തെറ്റ് ചെയ്തല്ലോ, ഒരു പാപബോധം വരുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്, യേശു നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുണ്ട്. അങ്ങനെ ബോധം നമുക്ക് വരുമ്പോൾ ദൈവസന്നിധിയിൽ നാം അത് ഏറ്റുപറയണം. കർത്താവിനോട് നമ്മൾ ഏറ്റുപറയുമ്പോൾ ആ പാപത്തെ കർത്താവ് ക്ഷമിക്കും. കർത്താവിനോട് ഏറ്റുപറയണം. പാപബോധം വന്നാൽ പോരാ. യൂദയ്ക്ക് മനസ്സിലായി, ഞാൻ കുറ്റമില്ലാത്തവരെ കാണിച്ചു കൊടുത്തു എന്നുള്ളൊരു കുറ്റബോധം യൂദയ്ക്കുണ്ടായി. ആ കുറ്റബോധമല്ല നമുക്ക് വരേണ്ടത്. ആ കുറ്റബോധം മാത്രമല്ല നമുക്ക് വരേണ്ടത്. യൂദയ്ക്ക് കുറ്റബോധം ഉണ്ടായിട്ട് മഹാപുരോഹിതനോട് ചെന്ന് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന്. എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? ഇല്ല. എന്നാലും നമുക്ക് പാപത്തെക്കുറിച്ചൊരു ബോധം വരുമ്പോൾ, കർത്താവേ നാം ദൈവമേ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി, കർത്താവേ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി, ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ അഹങ്കാരത്തോടെ ഇപ്പോൾ ഇടപെട്ടു, ഞാൻ വളരെയധികം കോപിച്ച ആവശ്യമില്ല, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നുള്ളൊരു ബോധം ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബോധമുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ കർത്താവ് നമ്മുടെ പാപത്തെ കർത്താവ് ക്ഷമിക്കും. അത് കർത്താവ് നമ്മുടെ ഉള്ളത്തിലുള്ള ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റാണ്. അടുത്തതായിട്ട്
1 യോഹന്നാൻ തന്നെ അതിൻ്റെ 2-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ കിടക്കുന്നത്, നാം അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയാം. അപ്പോൾ നാം അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ അതിനാൽ അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാവും. നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നാം ദൈവത്തെ, അവിടെ എഴുതിയിരിക്കുന്നത്, നാം അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയാം. നാം ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയുക എന്നുള്ളതല്ല. ആ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ആ ഫെലോഷിപ്പിലേക്ക് നമ്മൾ വരണം. ആ ഫെലോഷിപ്പിലേക്ക് നമ്മൾ വരണമെങ്കിൽ യേശുവിനെ നമ്മൾ അറിയേണ്ടതുപോലെ നാം അറിയണം. അങ്ങനെ നാം അറിയുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ. അങ്ങനെ അറിയുമ്പോൾ കർത്താവിൻ്റെ പ്രമാണങ്ങൾ ഓരോന്നായിട്ട് നമ്മളെ അനുസരിക്കുവാൻ തുടങ്ങും. നമ്മൾ 100% കർത്താവിനെ പ്രമാണങ്ങളെ അനുസരിക്കാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷെ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ആ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാനുള്ളൊരു ആഗ്രഹം, ഒരു ഡിസയർ നമുക്കുണ്ടോ? കർത്താവിനെ അനുസരിക്കണം, കർത്താവ് പറഞ്ഞതിനെ എനിക്ക് അനുസരിക്കണം എന്നുള്ളൊരു ഡിസയർ നമുക്കുണ്ടെങ്കിൽ വാസ്തവമായി ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലുണ്ട്. കാരണം ഈ വചനം എന്ന് പറയുന്ന ദൈവമാണ്. ഈ വചനം എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ഈ വചനത്തിൽ കൂടി സംസാരിക്കുമ്പോൾ അതിനെ നാം അനുസരിക്കുമ്പോൾ നാം ദൈവത്തെയാണ് അനുസരിക്കുന്നത്. അപ്പോൾ വാസ്തവമായി ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ കർത്താവിനെ അനുസരിക്കുവാൻ, കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കാൻ നമുക്ക് വലിയ ആഗ്രഹം തോന്നും. അടുത്തതായിട്ടുള്ള 5-ാമതായിട്ട്, കർത്താവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നാം കർത്താവ് നടന്നതുപോലെ നടക്കുവാൻ ആഗ്രഹിക്കും. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം അവിടെ 6-ാം വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു എന്ന്. നമ്മൾ ദൈവവചനമൊക്കെ കേൾക്കുമ്പോൾ അതനുസരിച്ച് അതുപോലെ കർത്താവ് ക്ഷമിച്ചതുപോലെ എനിക്ക് ക്ഷമിക്കണം, കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ, അല്ലാതെ കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ എനിക്കും സ്നേഹിക്കണം, എനിക്കും അങ്ങനെ ജീവിക്കണം. കർത്താവ് എനിക്കൊരു മാതൃക കാണിച്ചു തന്നിട്ട് പോയി. ഞാൻ മറ്റുള്ളവരെ നോക്കിയല്ല ജീവിക്കേണ്ടത്. ഞാൻ കർത്താവിനെ പോലെ ആകുവാൻ നമുക്കൊരാഗ്രഹം തോന്നുവാറുണ്ടോ? ദൈവവചനത്തിൽ പറയുന്നത് പോലെ കർത്താവ് ക്ഷമിച്ചതുപോലെ, കർത്താവ് സ്നേഹിച്ചതുപോലെ അത് ആത്മീയ കാര്യങ്ങളിൽ, ഭൗതിക കാര്യങ്ങൾ എങ്ങനെയാണ് നാം ചെയ്യേണ്ടതെന്ന് ദൈവം തന്നെ വചനത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കുവാൻ നാം ഒരാഗ്രഹം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ക്രിസ്തു വാസ്തവമായി നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വെളിച്ചത്തിൽ ഇരിക്കുന്നുവെന്ന് പറയുകയും സഹോദരനെ ഭയക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിൽ വസിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നുവെന്ന്. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നാം സഹോദരങ്ങളെ, മറ്റുള്ളവരെ നാം സ്നേഹിക്കും. പ്രത്യേകിച്ചും കൂട്ടുവിശ്വാസികളെ നമ്മൾ സ്നേഹിക്കുന്നവരായിത്തീരും. നാം കർത്താവിനെ മാത്രമല്ല, ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിത്തീരും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ലോകം നിങ്ങളെ ഭയക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരന്മാരെ സ്നേഹിക്കുന്നത് അത് നാം ജീവിതത്തിൽ ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അടുത്തതായിട്ട്, ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ഫലം, നമ്മൾ ഫലം കായ്ക്കുന്നവരായിത്തീരും. നമ്മുടെ ആത്മാവിൻ്റെ ഫലം, നമ്മുടെ സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, ഇന്ദ്രിയജയം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആത്മാവിൻ്റെ ഫലം നമ്മളിലുണ്ടോ? അതുതന്നെയല്ല, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഫലം കായ്ക്കുന്നവരായി തീരുവാനും, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ പറ്റി അവരും ദൈവകൃപയിൽ വരണം, കർത്താവിന് പ്രയോജനപ്പെടുന്നവരായി നമ്മൾ തീരും. അപ്പോൾ ഇതൊക്കെയാണ് കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ ഉണ്ട് എന്നുള്ളതിന് ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാം, 2 പേര്, ഒരു ടാക്സ് കളക്ടറും ഒരു ചുങ്കക്കാരനും ഒരു പരീശനും കൂടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോയി. ആ ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് നോക്കി. ആ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കാൻ പോയതാ, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്
പ്രാർത്ഥിച്ചു, കർത്താവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അവൻ സ്വർഗത്തോട് പോലും നോക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ അവന് പാപബോധമുണ്ടായി, അവൻ്റെ പാപം അവന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു. എന്നാൽ ഈ കൂടെ നിന്ന ആ പരീശൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ച്? പരീശൻ തന്നെ ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലായി, ഞാൻ 3 പ്രാവശ്യം ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നേടുന്നതിലേക്ക് ദൈവത്തിന് ദശാംശം കൊടുക്കുന്നുണ്ടെന്നൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് ഈ ചുങ്കക്കാരനെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞ്, ഞാൻ ഈ ചുങ്കക്കാരൻ്റെ കൂട്ടല്ല, ഞാൻ നീതികെട്ടവരുടെ കൂട്ടല്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നവനല്ല, പിടിച്ചുപറിക്കാരുടെ കൂട്ടോ, നീതികെട്ടവരുടെ കൂട്ടോ, വ്യഭിചാരം ചെയ്യുന്നവരുടെ കൂട്ടോ, ഈ ചുങ്കക്കാരൻ്റെ കൂട്ടോ അല്ലാകിയാൽ ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ തന്നെ നോക്കി. അവൻ മറ്റുള്ളവനെ നോക്കിയപ്പോൾ അവൻ എന്തോ ഉയർന്നു നിൽക്കുന്നതായിട്ട് അവന് മനസ്സിലായി. അവിടെ ദൈവവചനം പറയുന്നത്, ആ ചുങ്കക്കാരനായ മനുഷ്യൻ, അവൻ പാപബോധം വന്ന് അവനെ ഒന്ന് ശോധന ചെയ്തപ്പോൾ, ദൈവത്തിൻ്റെ മുൻപാകെ സ്വർഗത്തേക്ക് നോക്കി ദൈവത്തിന് മുമ്പാകെ അവനെ ശോധന ചെയ്തപ്പോൾ അവൻ്റെ പാപം മനസ്സിലായി, അവൻ നീതീകരണം പ്രാപിച്ചു പോയെന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവവചനം തന്നെ കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏകനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ മറ്റുള്ളവരെ വെച്ചാണോ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നത്? പൗലോസ് പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവിൻ. നിങ്ങൾ എന്നെ പരിശോധിക്കാതെ, എന്നെ കർത്താവ് പരിശോധിച്ചിട്ടുണ്ട്, എൻ്റെ ഹൃദയം കർത്താവിന് അറിയാം. നിങ്ങൾ നിങ്ങളെ ഒന്ന് പരിശോധിക്കുവിൻ. വളരെയധികം കൃപാവരങ്ങളുള്ളവരാണ് കൊരിന്ത്യ സഭ, എന്നാൽ അവർ ജഡത്തിൽ ജീവിക്കുന്നവരാണെന്ന് പൗലോസ് തന്നെ അവരെ പറ്റി പറയുന്നുണ്ട്. നിങ്ങളെ തന്നെ പരിശോധിച്ച് ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ അത് നല്ലതാണ്, നിങ്ങൾ കൊള്ളരുതാത്തവരായെന്ന് വരികയില്ല എന്ന് പറയുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതം പരിശോധിക്കപ്പെടുന്ന കാലയളവാണിത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മൾക്ക് വരാം. വിശ്വാസ ത്യാഗങ്ങൾ സംഭവിക്കത്തക്ക ഉപദേശങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുരുപദേശങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെ ആൾക്കാർ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്ന ഒരു കാലയളവൊക്കെയാണ് ഇത്. എന്നാൽ നമ്മൾ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കേണ്ടതിന് നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ വചനം കേൾക്കുകയും സത്യവചനത്തെ കേൾക്കുകയും ആ സത്യവചനത്തെ അനുസരിക്കുകയും ആ സത്യവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുകയും ചെയ്യുന്നവരായിരിക്കണം. അടുത്തായിട്ട് നാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യണം. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാക്കുന്നതിൽ കൂടിയാണ് നമ്മൾ വിശ്വാസം ആണെന്ന് മറ്റുള്ളവർ നമ്മളെപ്പറ്റി മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കർത്താവിനെ സാക്ഷീകരിക്കുന്നവരായി, കർത്താവിനെ ഉയർത്തുന്നവരായി നമുക്ക് തീരണം. അങ്ങനെ കർത്താവിനെ നമ്മൾ സാക്ഷീകരിക്കുന്നവരായി തീരുമ്പോൾ നമുക്കൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയും. പിന്നെ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നമുക്ക് ജീവിക്കാം. കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ മാത്രമല്ല, നമ്മുടെ സഹവിശ്വാസികളുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ നമ്മൾ വീണു പോയാലും വിശ്വാസത്തിൽ നമ്മൾ പിന്മാറിപ്പോയാലും നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ, ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുവോ എന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ശോധന ചെയ്യാം. കാരണം ദൈവവചനം വെച്ചാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. ഇവരെയൊക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നല്ലവരായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആണ് ദൈവത്തിൻ്റെ സന്നിധി ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വിശ്വാസിയെ ദൈവം എങ്ങനെയാണ് വിധിക്കുന്നത് എന്ന്. അവിടെ പറയുന്നത്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ എന്ന്. കർത്താവ് നമ്മളെ ന്യായം വിധിക്കുന്നത് തൻ്റെ സുവിശേഷ പ്രകാരമാണ് ന്യായം വിധിക്കുക. എല്ലാ രഹസ്യം മനുഷ്യരുടെ രഹസ്യങ്ങളെയെല്ലാം, നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇൻറ്റൻഷൻസിനെയും
എല്ലാ പർപ്പസസിനെയും എല്ലാം ദൈവം ന്യായം വിധിക്കുന്നത്. നമ്മൾ നല്ല കാര്യം ഒരു പക്ഷെ ചെയ്തിരിക്കാം, അത് നമ്മൾ ചെയ്ത രീതി എങ്ങനെയാണെന്ന് ദൈവം നോക്കും. നമ്മളെല്ലാം ന്യായം വിധിക്കുക സുവിശേഷ പ്രകാരമാകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മുടെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾക്കൊന്ന് ശോധന ചെയ്യാം. യഥാർത്ഥമായി ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുണ്ടോ? യഥാർത്ഥമായി നമ്മുടെ സഭയിൽ പല കാര്യങ്ങൾക്കും നമ്മൾ മുന്നിൽ നിൽക്കുന്നവരായിരിക്കാം, എന്നാൽ നാം ഭക്തിയുടെ വേഷം ധരിക്കുന്നവരാണോ? നമുക്കൊന്ന് നോക്കാം. വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരാണോ? നമുക്കൊന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിൽ. അതോ കർത്താവ് ലവോദിക്ക സഭയിലെ പോലെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ പുറത്താണോ നിർത്തിയിരിക്കുന്നത്? നമുക്ക് ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പതർച്ച ഉണ്ടാകാതെ, നമ്മൾ കൊള്ളരുതാത്തവരായി തീരാതെ വേണം ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വസിക്കുവാനിടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യുവാനുള്ള കാര്യങ്ങൾ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളിലുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്ന പ്രവൃത്തികൾ, കർത്താവിനെ ബഹുമാനിക്കുന്ന പ്രവൃത്തികൾ, കർത്താവിനെ അനുസരിക്കുന്ന പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് ദിനംതോറും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളത്തിൽ എപ്പോഴും വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിച്ചും മാനിച്ചും ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.